സമയം ബാക്കിയുള്ളപ്പോഴാണ് ഒരു സ്ത്രീക്ക് ആർത്തവം ആരംഭിച്ചതെങ്കിൽ ശുദ്ധിയായ ശേഷം ആ നിസ്കാരം ഖളാ കൂട്ടണം. ആർത്തവം അവസാനിക്കുന്ന സമയത്ത് ഏത് നിസ്കാരത്തിന്റെ സമയമാണോ ആ നിസ്കാരത്തിന് ഒരു തക്ബീറെങ്കിലും ചൊല്ലാനുള്ള സമയമുണ്ടെങ്കിൽ ആ വക്ത് നിസ്കാരവും, അത് ജമ്മാക്കാവുന്ന നിസ്കാരമാണെങ്കിൽ അതിന് മുമ്പുള്ളതും ഖളാ കൂട്ടണം. ലോഹറാകുമ്പോൾ പ്രശ്നമില്ല, കാരണം ലോഹറിന്റെ മുമ്പ് ഇങ്ങോട്ട് ജമ്മാക്കേണ്ട നിസ്കാരമില്ല. അസർ ഏതായാലും അവൾക്ക് നിസ്കരിക്കണമല്ലോ. അസറിന്റെ സമയത്തിന്റെ അവസാനത്തിലാണ് ആർത്തവം നിലക്കുന്നതെങ്കിൽ അസറും നിസ്കരിക്കണം. അതോടൊപ്പം അസറിനോട് ലോഹർ ജമ്മാക്കാൻ പറ്റിയതുകൊണ്ട് ആ ലോഹറും ഖളാ കൂട്ടണം. ആ രണ്ട് നിസ്കാരം ഖളാ കൂട്ടണം. ആർത്തവം അവസാനിക്കുന്നത് അസർ സമയത്താണെങ്കിൽ ലോഹറും അസറും ഖളാ കൂട്ടണം. ഇശാ സമയത്താണെങ്കിൽ മഗ്‌രിബും ഇശാവും ഖളാ കൂട്ടണം എന്നർത്ഥം. ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആർത്തവവും രോഗരക്തവും എങ്ങനെ തിരിച്ചറിയാം? തീർച്ചയായും തിരിച്ചറിയാൻ കഴിയും. ആർത്തവ സ്രാവ സമയം മൊത്തം 24 മണിക്കൂർ ഉണ്ടായിരിക്കൽ ആർത്തവത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. മൊത്തം 24 മണിക്കൂർ ഇല്ലെങ്കിൽ അത് ആർത്തവമല്ല. അതേസമയം 15 ദിവസത്തിൽ കൂടിയാലും ആർത്തവമല്ല. ആർത്തവത്തിന്റെ ചുരുങ്ങിയ സമയം, മൊത്തം രക്തം സ്രവിക്കുന്ന സമയം 24 മണിക്കൂർ, മാക്സിമം വന്നാൽ 15 ദിവസം. ഇനി ഒന്നിലധികം ദിവസം ഇടമുറിഞ്ഞാണ് രക്തം കാണുന്നതെങ്കിൽ മൊത്തം രക്തം സ്രവിച്ച സമയം ചുരുങ്ങിയത് 24 മണിക്കൂർ ഉണ്ടായിരിക്കണം. ആർത്തവം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നവരെ ആകെ സമയം 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ 24 മണിക്കൂറിൽ കുറഞ്ഞ രക്തവും 15 ദിവസത്തേക്കാൾ കൂടിയാൽ കാണുന്ന രക്തവും ആർത്തവ രക്തമല്ല, അത് രോഗരക്തമാണ്. ആ സമയത്ത് അവൾ സാധാരണഗതിയിൽ മൂത്രവാർച്ചക്കാർ ചെയ്യുന്നത് പോലെ വെച്ചുകെട്ടി നമസ്കരിക്കണം. ശുദ്ധിയാക്കി അവൾ ഭദ്രമായി വെച്ചുകെട്ടി നമസ്കരിക്കണം. വുളൂ മുറിഞ്ഞതായി സംശയം വന്നാൽ എന്തു ചെയ്യണം? വുളൂ എടുത്ത ശേഷം വുളൂ മുറിഞ്ഞോ എന്ന് സംശയിച്ചാൽ അവൻ വുളൂ ഉള്ളവനാണ് എന്നാണ് ഹുക്കം. വുളൂ മുറിഞ്ഞു എന്ന് ഉറപ്പിച്ച് അവൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് വുളൂ ചെയ്യേണ്ടതുള്ളൂ. ഏതൊക്കെയാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ? മുൻദ്വാരം, മലദ്വാരം എന്നിവയിലൂടെ വല്ല വസ്തുവും പുറപ്പെടൽ, ലഹരി, ഭ്രാന്ത്, ബോധക്ഷയം, ഉറക്കം, ഇവ മൂലം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ, മനുഷ്യ ജനനേന്ദ്രിയം മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊടുക, മുൻകൈയുടെ ഉൾവശം കൊണ്ട് മനുഷ്യ ജനനേന്ദ്രിയം തൊടുക, അത് വുളൂ മുറിയുന്ന മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തേത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള തൊലി തമ്മിൽ ചേരുക, പല്ല് അതുപോലെ തന്നെ മുടി, ഇതൊന്നും തൊട്ടാൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ തൊട്ടാൽ വുളൂ മുറിയില്ല. തൊലി തമ്മിൽ ചേരുക ഷാഫി മദ്ഹബിൽ, മറ്റു മദ്ഹബിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളൂ മുറിയുകയുമില്ല. വുളൂ ചെയ്യുമ്പോൾ ജലം ഒഴുകണമെന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായും തൊട്ട് നനച്ചാൽ പോരാ, വെള്ളം ഒഴുകണം. ജലദൗർലഭ്യ സമയത്ത് എങ്ങനെ വുളൂ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ വുളൂ ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുദ്ദ് വെള്ളമാണ് വേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. ഈ 800 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് വുളൂ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ വെള്ളം കുറഞ്ഞ സമയത്ത് നാം കുറഞ്ഞ വെള്ളം കൊണ്ട് അങ്ങനെ വുളൂ ചെയ്ത് പഠിക്കണം. അതേസമയം നമ്മൾ ധാരാളം വെള്ളമുള്ള സമയത്താണെങ്കിൽ പോലും, ഒരു പുഴയിൽ വെച്ചാണെങ്കിൽ പോലും 3 തവണയേക്കാൾ കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് പരിശുദ്ധ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ധാരാളമുള്ളപ്പോഴും അമിതമായി കളയരുത്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒഴിവുകഴിവുകളൊന്നുമില്ലാത്തവർ നിസ്കാരത്തിൽ 2 അക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ ചിരി, കരച്ചിൽ, ഒച്ചയനക്കൽ, ഊതൽ, കോട്ടുവായിടൽ മുതലായവ 2 അക്ഷരം വ്യക്തമാകുന്നുവെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. നിസ്കരിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് തടിയുള്ള വല്ല വസ്തുവും ചേർന്നാൽ നിസ്കാരം ബാത്തിലാവും. കർമ്മപരമായ ഒരു ഫർദിനെ വർദ്ധിപ്പിക്കുക, കർമ്മപരമായ ഒരു ഫർദിനെ അങ്ങ് വർദ്ധിപ്പിച്ചു, ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു റുക്ഊ കൂടുതൽ ചെയ്തു, അങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്ത ഒരു പ്രവൃത്തി മറന്നുകൊണ്ടാണെങ്കിലും 3 തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. എന്ന പോലെ തന്നെ നിയ്യത്തിൽ സംശയിക്കുക. അതുപോലെ ഇന്ന കാര്യമുണ്ടായാൽ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ബസ് വന്നാൽ ഞാൻ നിസ്കാരം നിർത്തുമെന്ന് നിയ്യത്തിൽ തന്നെ കരുതുക, ആ നിസ്കാരം ബാത്തിലാവും. എന്ന പോലെ 3 അടി നടക്കുക, ചാട്ടം പോലെ അതിര് കവിഞ്ഞ പ്രവൃത്തി 1 തവണ ചെയ്യുക, ഇതുകൊണ്ടും നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിലെ ചെറിയ അനക്കം വിശദീകരിക്കുമോ? നിസ്കാരത്തിൽ നമുക്ക് പുറകിലേക്കോ മുന്നോട്ടോ നിൽക്കണമെങ്കിൽ ഒരടി വെച്ച് രണ്ടാമത്തെ അടി വെക്കുന്നതും ഇതും തമ്മിൽ ഒരു അനക്കം അടങ്ങിയതിന് ശേഷം വീണ്ടും വെച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം, പുറകോട്ട് നീങ്ങാം. ഇമാമുമായി നിസ്കരിക്കുമ്പോൾ 2 ആൾ വരുമ്പോൾ പുറകോട്ട് നീങ്ങുമ്പോഴും അങ്ങനെയാണ് നീങ്ങേണ്ടത്. തുടർച്ചയായി 3 തവണ നാം അനങ്ങുമ്പോൾ
നമ്മുടെ ആ തുടർച്ചയായ അനക്കം കൊണ്ട് നമസ്കാരം ബാത്തിലാവും. ഒന്നും ബന്ധമില്ലാത്ത രീതിയിൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളൊന്നും നിസ്കാരത്തിൽ ചെയ്യരുത്. എന്തൊക്കെയാണ് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ? നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ, ഉദാഹരണമായി നിസ്കാരത്തിൽ ഇങ്ങനെ വിരൽ കോർക്കുക, അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുക, മേലോട്ട് നോക്കുക, അതുപോലെ തന്നെ കണ്ണുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുവിലേക്ക് നോക്കൽ, വസ്ത്രം ചുരുട്ടി വെക്കുക, റുക്കൂയിൽ അതിരുകവിഞ്ഞ് തല കുനിക്കുക, റുക്കൂയിൽ കുനിയുമ്പോൾ അതിരുകവിഞ്ഞ് കുനിക്കുക, ഊരക്ക് കൈ കൊടുക്കുക, അലസത കാണിക്കുക, ഇതൊക്കെ നിസ്കാരത്തിൽ കറാഹത്തായ പ്രവർത്തനങ്ങളാണ്. അറിയാതെ നിസ്കാര സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ എന്തു ചെയ്യണം? നിസ്കാരത്തിൻ്റെ നിബന്ധനയിൽ സമയമാവുകയും ആയി എന്ന് അറിയുകയും വേണമല്ലോ. അറിഞ്ഞുകൊണ്ട് ളുഹറിൻ്റെ സമയത്തിന് മുമ്പായി ളുഹർ നിസ്കരിച്ചാൽ അത് സ്വീകാര്യമല്ല. അറിയാതെ നിസ്കരിച്ചാലോ അത് സുന്നത്തായി ഗണിക്കപ്പെടും. സമയമായെന്നറിഞ്ഞ ശേഷം ഫർദ് വേറെ നിസ്കരിക്കുകയും വേണം. നിസ്കാരത്തിൽ കൈ കെട്ടേണ്ട രീതി വിശദീകരിക്കാമോ? വലത്തെ മുൻകൈ കൊണ്ട് ഇടത്തെ കൈയിൻ്റെ മണിബന്ധത്തെ പിടിച്ച് ഈ കൈ നെഞ്ചിൻ്റെയും പുക്കിളിൻ്റെയും ഇടയിൽ വെക്കുക. ഇതാണ് നിസ്കാരത്തിൽ കൈ കെട്ടേണ്ട രീതി. കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്നയാളുടെ നോട്ടം കഅബയിലേക്കായിരിക്കണമോ? കഅബയിലേക്ക് നോക്കലല്ല, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ തന്നെയാണ് സുന്നത്ത്. സാധാരണ നമസ്കാരത്തിൽ പോലെ തന്നെ കഅബയുടെ സമീപത്ത് നിസ്കരിക്കുമ്പോഴും നോക്കൽ സുന്നത്ത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെയാണ്. മനഃപൂർവമോ മറന്നോ വജ്ജഹത്തു ഒഴിവാക്കിയാൽ എന്തു ചെയ്യണം? വജ്ജഹത്തു നമസ്കാരത്തിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. വജ്ജഹത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരം സ്വഹീഹാവും. ഫാത്തിഹ ഓതിയപ്പോൾ ഒരു ആയത്ത് വിട്ടുപോയി എന്നു സംശയിച്ചാൽ എന്തു ചെയ്യണം? ഫാത്തിഹയിൽ ആയത്തെന്നല്ല ഒരക്ഷരം വിട്ടുപോയാൽ പോലും ഫാത്തിഹ ശരിയാകുകയില്ല. കൗലിയായ ഫർളാണ്, അഥവാ വാജിക ഫർദ്. ആ ഫർദ് പൂർണ്ണമായി നിർവഹിച്ചെങ്കിലേ നിസ്കാരം ശരിയാകുകയുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹയിൽ സംശയിച്ചാൽ നിസ്കാരം ശരിയാകുകയില്ല. ഫാത്തിഹ മുഴുവൻ പൂർണ്ണമായി രണ്ടാമത് ഓതിയിരിക്കണം. ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂ എങ്ങനെയാണ്? അവന് സാധ്യമായ രീതിയിൽ അവൻ്റെ മുട്ടിൻ്റെ നേരെയോ, നന്നായി സാധിക്കുമെങ്കിൽ അവൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തിൻ്റെ നേരെയോ തലയെ അവൻ കൊണ്ടുവന്ന് കുനിയണം. അതാണ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അവൻ കുനിയേണ്ട രീതി. സുജൂദ് സാധാരണ പോലെ തന്നെ, ഇരുത്തം സാധാരണ പോലെ തന്നെ, ബാക്കിയെല്ലാം സാധാരണ. ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ റുക്കൂഇൽ മാത്രമേ ഒരു പ്രത്യേകതയുള്ളൂ. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ. നിസ്കാരത്തിൽ കുനിയാൻ കഴിയാത്തവൻ എന്തു ചെയ്യണം? സാധ്യമായത്ര കുനിയുക. സാധ്യമായതെത്രയോ അത്രമാത്രം കുനിഞ്ഞാൽ മതി. ജനാബത്ത് കുളിയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം. അത് വളരെ പ്രസക്തവുമാണ്. കുളിക്ക് 2 നിബന്ധനകളുണ്ട്. ആ 2 നിബന്ധനകൾ എന്ന് പറയുന്നത് നിർബന്ധ കാര്യങ്ങളാണ്. ഒന്ന്, കുളിയുടെ ആരംഭത്തിൽ നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തേത്, മുടിയും തൊലിയും നനയുന്ന വിധത്തിൽ ശരീരമാസകലം വെള്ളം ചേർക്കണം. മനുഷ്യ ശരീരത്തിലെ മുടിയും തൊലിയും നനയത്തക്ക വിധം ശരീരമാസകലം വെള്ളം ഒഴുക്കിയിരിക്കണം. ജനാബത്തിനെ ഉയർത്തുന്നുവെന്നോ, ആർത്തവ അശുദ്ധിയെ ഉയർത്തുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ അനുവദനീയമാക്കാൻ കുളിക്കുന്നു, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിയത്ത് ചെയ്യണം. കുളിയുടെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലലും ദേഹത്തിലെ മലിന വസ്തുക്കൾ നീക്കലും ശേഷം വുളൂ ചെയ്യണം സുന്നത്തുണ്ട്. ദേഹത്തിലെ നജസ് കുളിക്കുന്നതിന് മുമ്പായി എന്തായാലും കഴുകി വൃത്തിയാക്കിയിരിക്കണം. ജട പിടിച്ച മുടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരത്തക്ക വിധം ശ്രദ്ധിച്ച് വെള്ളം ഉള്ളിൽ ചേർക്കണം. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചർമ്മങ്ങൾ ചുളിഞ്ഞ ഭാഗത്ത് വെള്ളം ചേരുന്ന വിധം ഉരച്ച് കഴുകണം. നമ്മുടെ ചർമ്മങ്ങളുടെ ചുളിഞ്ഞ ഭാഗത്തൊക്കെ വെള്ളം എത്തിരി ജനാബത്ത് കുളിക്കുന്നയാളും ആർത്തവം കുളിക്കുന്ന സ്ത്രീയും വളരെ ശ്രദ്ധിക്കണം. ഈ ചർമ്മങ്ങളുടെ എല്ലാ ഭാഗത്തും മുടിയുടെ എല്ലാ ഉൾഭാഗത്തും വെള്ളം എത്തിയില്ലെങ്കിൽ ആ കുളി ശരിയല്ല. കുളി ശരിയല്ലെങ്കിൽ ജനാബത്തും അതുപോലെ തന്നെ ഹൈദ് കുളിയും അല്ലെങ്കിൽ ആർത്തവ കുളിയും ശരിയാകുകയില്ല. അങ്ങനെ വന്നാൽ പിന്നെയുള്ള ആരാധനകളൊന്നും അല്ലാഹു സ്വീകരിക്കില്ല. അവൾ ഖുർആൻ ഓതിയാൽ അത് തെറ്റാണ്, നിസ്കരിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെ പുണ്യം ചെയ്തുകൊണ്ട് തെറ്റ് വാങ്ങേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത പുരുഷനാണെങ്കിൽ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള ചർമ്മത്തിലേക്ക് വെള്ളം എന്തായാലും ചേർത്തിരിക്കണം. ചേലാകർമ്മം ചെയ്തവരാകുമ്പോൾ സ്വാഭാവികമായി വെള്ളം ചേരുകയും ചെയ്യും. ഇനി സ്ത്രീകളാണെങ്കിൽ, സാധാരണ സ്ത്രീകൾ കുളിക്കുന്ന സന്ദർഭത്തിൽ അവർ നിന്ന് ഷവറിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുകയോ അതല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം എടുത്ത് തലയിലൂടെ ഒഴിക്കുകയോ ചെയ്താൽ പോരാ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഉദാഹരണം മൂത്രം ഒഴിക്കാൻ വേണ്ടി 2 കാൽപാദങ്ങൾ ഊന്നി ഇരിക്കുമ്പോൾ അവളുടെ ലൈംഗികാവയവത്തിൽ നിന്ന് എത്ര ഭാഗം പുറത്ത് കാണുമോ ആ പുറത്ത് കാണുന്ന ഭാഗത്തിൻ്റെ
ആ ഭാഗത്ത് വെള്ളം നനഞ്ഞിരിക്കണം. നിൽക്കുമ്പോൾ ഒരിക്കലും ആ ഭാഗത്ത് വെള്ളം നനയില്ല. യോനിയിൽ നിന്ന് അവൾ കാലിൽ ഇരിക്കുന്ന സമയത്ത് സാധാരണ ഇരുത്തത്തിൽ പ്രകടമായി കാണുന്ന ഭാഗത്ത് വെള്ളം എത്തുന്ന വിധം ആയിരിക്കണം അവൾ കുളിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവളുടെ ജനാപത്ത് കുളിയോ അതല്ല ആർത്തവ കുളിയോ ശരിയാകയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.